എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും JNC ട്രീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. എങ്ങനെ മാർദ്ദവവും രുചികരവുമായ നല്ലൊരു ബൺ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മൈദ 500 ഗ്രാം, ആക്ടിവേറ്റഡ് ഡ്രൈ ഈസ്റ്റ് 7 ഗ്രാം, പഞ്ചസാര 115 ഗ്രാം, ഉപ്പ് 6 ഗ്രാം, ബട്ടർ 25 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, പാൽപ്പൊടി 10 ഗ്രാം, വെള്ളം 250 ഗ്രാം മുതൽ 270 ഗ്രാം വരെ. ഇത് മൈദയുടെ കടുപ്പം അനുസരിച്ച് വ്യത്യാസപ്പെടാറുണ്ട്. ആദ്യമായി ബൺ തയ്യാറാക്കാൻ ആവശ്യമായ മുഴുവൻ ചേരുവകളും കൃത്യമായി അളന്നെടുത്തിരിക്കുന്ന വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. ഇത്തരത്തിൽ മാവ് കുഴച്ചെടുക്കുമ്പോൾ അതിന്റെ പരുവം എങ്ങനെ മനസ്സിലാക്കാമെന്ന് മുൻപ് ബ്രെഡ് തയ്യാറാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാവിനെ നല്ല വലിച്ചിൽ ഉണ്ടാകുന്നതുവരെ കുഴച്ചെടുക്കേണ്ടതാണ്. ഈ വലിച്ചിൽ നൽകാൻ സഹായിക്കുന്ന ഘടകം മാവിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീനാണ്. ശേഷം കുഴച്ചെടുത്തിരിക്കുന്ന മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുട്ടിയെടുക്കുക. തുടർന്ന് 20 മിനിറ്റ് വിശ്രമം അനുവദിക്കുക. പിന്നീട് ഈ മാവിനെ 70 ഗ്രാം തൂക്കത്തിൽ ഓരോ ഉരുളകളായി മുറിച്ചെടുക്കുക. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി ഉരുട്ടിയെടുക്കുക. അത്യാവശ്യം ബലം കൊടുത്തു വേണം ഉരുട്ടിയെടുക്കുവാൻ. ഇവയുടെ മുകൾ ഭാഗം മിനുസമാർന്നതും പൊട്ടലുകൾ ഇല്ലാത്തതുമായിരിക്കണം. ശേഷം അല്പം ബട്ടർ തടവി തയ്യാറാക്കി വച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് നിശ്ചിത അകലത്തിൽ ഇവയെ നിരത്തുക. തുടർന്ന് ഉരുട്ടി വച്ചിരിക്കുന്ന ഇവയുടെ മുകളിൽ അല്പം അമർത്തുകയും ജലാംശം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി കുറച്ച് വെള്ളം തളിക്കുകയും ചെയ്യുക. പിന്നീട് ഇവയെ ഇരട്ടി വലിപ്പമാകുന്നതുവരെ പൊങ്ങാൻ അനുവദിക്കുക. ഇതിനായി 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ വേണ്ടിവരും. ഇക്കാര്യം അന്തരീക്ഷത്തിലെ താപനില അനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ ഇതിന് കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ. തയ്യാറായിരിക്കുന്ന ഇവയെ ബേക്ക് ചെയ്യുന്നതിനായി ഓവനിൽ 185 ഡിഗ്രി സെൽഷ്യസ് പ്രീഹീറ്റ് ചെയ്യുക. തുടർന്ന് 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിങ്ങിന് ശേഷം ഇവയ്ക്ക് മുകളിൽ അല്പം ബട്ടർ തടവുന്നത് രുചി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇവയുടെ ഇരുവശവും നന്നായി തണുത്ത ശേഷം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ശാസ്ത്രീയമായ രീതിയിൽ മായങ്ങളൊന്നുമില്ലാതെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബണ്ണുകൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.